ഇന്നലെ ഈ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്തെ ഭരിക്കുന്ന പാർട്ടിയായ ബി.ജെ.പിയുടെ നാവായി പ്രവർത്തിച്ചു എന്ന ഏറ്റവും വലിയ ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വോട്ടർ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ ആക്ഷേപങ്ങൾ, തെളിവുകളടക്കം പുറത്തുവിട്ടുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴാണ് ഒരന്വേഷണവും ഉണ്ടാകില്ല എന്ന നിലപാടിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആ തെളിവുകളൊന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ അന്വേഷണമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത്. അതിനെതിരെ രൂക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വരികയാണ്. വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുകയായിരുന്നില്ല പ്രതിപക്ഷം ചെയ്തത്. ശക്തമായ തെളിവുകളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഈ ആരോപണം ഉന്നയിച്ചത്. അത്തരത്തിൽ പ്രതിപക്ഷം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ തെളിവുകൾ പരിശോധിക്കാനുള്ള മാന്യത പോലും ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക്, അതിനുവേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് പ്രതിപക്ഷം പോകുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്യാൻ നീക്കവുമായി ഇന്ത്യ സഖ്യം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ പ്രതിപക്ഷത്തിന് ചോദ്യങ്ങളിൽ വ്യക്തമായ വിശദീകരണം നൽകാത്ത കമ്മീഷന്റെ പത്രസമ്മേളനത്തിനെതിരെ വ്യാപക വിമർശനം കൂടി ഉയർന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ സ്വാതി കൂടി എന്നോടൊപ്പം ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സ്വാതി, അതായത് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ, ജ്ഞാനേഷ് കുമാറിനെ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് പാർലമെന്റിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷം, ഇന്ത്യ സഖ്യം. തീർച്ചയായും മനു, അത്തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ തന്നെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. വ്യാപക വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ്. അതിന് പിന്നാലെ തന്നെ വിവിധ ആരോപണങ്ങളിൽ, പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ ഒന്നും തന്നെയും മറുപടി പറയുവാനോ അല്ലെങ്കിൽ വസ്തുതകൾ നിരത്തിക്കൊണ്ട് ആ വിഷയത്തെ വിശദീകരിക്കുവാനോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു വാർത്താ സമ്മേളനം അപമാനകരമാണ് എന്നുള്ള വലിയ വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം പ്രതികരണങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ബീഹാറിൽ വോട്ടറധികാർ റാലി ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷം ഇന്ന് പാർലമെന്റിലടക്കം ഈ വിഷയം ശക്തമാക്കാനുള്ള തീരുമാനം കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ നീക്കത്തിലേക്ക് ഇപ്പോൾ ഇന്ത്യ സഖ്യം പോകുന്നുവെന്ന് മനസ്സിലാകുന്നു. കഴിഞ്ഞ ദിവസം ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ വിചിത്രമായ വാദങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഒരു കാര്യത്തിനും, അതായത് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി നടത്തുന്ന ക്രമക്കേടുകൾ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വിശദീകരണവും നൽകുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. അതിനപ്പുറത്തേക്ക് ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്കുമേൽ, ഈ ആരോപണം ഉന്നയിച്ച പ്രതിപക്ഷ പാർട്ടികൾക്കുമേൽ ഈ പഴിചാരി രക്ഷപ്പെടുവാനുള്ളൊരു നീക്കം തന്നെയാണ് നടത്തുന്നത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇപ്പോൾ പാർലമെന്റിനകത്തും പുറത്തും ഇത് പ്രതിഷേധമായി ഉയർത്തുവാൻ തീരുമാനിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം ഇംപീച്ച്മെന്റ് നീക്കത്തിലേക്ക് നീങ്ങുന്നത്. തീർച്ചയായും സ്വാതി, ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇലക്ഷൻ കമ്മീഷനെതിരെ ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പ്രതിപക്ഷത്തിന് പോകേണ്ടി വരുന്നത്. കാരണം അത്രമാത്രം ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സംവിധാനം അധപ്പതിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭരിക്കുന്ന പാർട്ടിയുടെ നാവായി നിൽക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയുന്നു. സ്വാതി, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏതെങ്കിലും തരത്തിലൊരു ക്രമക്കേട് ചുമ്മാ വഴിയെ പോയി ഉന്നയിക്കുകയായിരുന്നില്ല പ്രതിപക്ഷം ചെയ്തത്. കൃത്യമായ രേഖകൾ സഹിതം, തെളിവുകൾ സഹിതമാണ് ഉന്നയിച്ചത്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? ആ രേഖകൾ തെറ്റാണെങ്കിൽ അത് തെളിവുകൾ സഹിതം നിരത്തി വേണം മറുപടി പറയുവാൻ. അതല്ലാതെ രാഷ്ട്രീയ പ്രസംഗം നടത്തുകയായിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. അതല്ല യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത്. കേവലം രാഷ്ട്രീയ പ്രസംഗമായി മാറുകയായിരുന്നില്ലേ ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി പത്രസമ്മേളനം? തീർച്ചയായും മനു, കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ബി.ജെ.പിയുടെ നാവായിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസാരിച്ചത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഒരു രാഷ്ട്രീയ പ്രസംഗം എന്ന നിലയിൽ ആ വിഷയങ്ങളെല്ലാം കാണുകയും പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടും വിമർശനം ഉന്നയിച്ചുകൊണ്ടും ആ വിഷയങ്ങളിൽ നിന്നൊക്കെ തെന്നിമാറുന്നൊരു സമീപനം ഉണ്ടാവുകയായിരുന്നു. നേരത്തെ മനു സൂചിപ്പിച്ച പോലെ വ്യക്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ നിരത്തി ആ വിഷയങ്ങൾ സാധൂകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളൊരു മാന്യത പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ബീഹാറിലടക്കം ഉണ്ടാകുന്നു. ജനങ്ങളിലേക്ക് ഈ വിഷയം എത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ ഐക്യം ഈ വിഷയത്തിൽ ഉണ്ടാക്കുവാനും ജനവികാരം ശക്തിപ്പെടുത്തുവാനും ഒരു വശത്ത് അത്തരത്തിലൊരു റാലി ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പാർലമെന്റിനകത്ത് ഇതിൽ ഇംപീച്ച്മെന്റ് നടപടിയിലേക്ക് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇത്തരത്തിലൊരു നീക്കം. ബി.ജെ.പിയുടെ നാവായിക്കൊണ്ട് അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ചട്ടുകമായിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്നുള്ള രൂക്ഷമായ ആരോപണമാണ് പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്.